നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ പേര് പോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലില്ലാത്ത അതായത് ചിക്കൻ കഷ്ണങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അളവ് ഒരിക്കലും കൂടിപ്പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസിന് അല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാം, കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂറായാലും നന്നായിട്ട് തന്നെ വരും. നമുക്കിത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസിലാണെന്നുണ്ടെങ്കിലും നല്ല വ്യത്യാസം തന്നെയുണ്ട്. സാധാരണ നോർത്തിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഇത്. ഞാനിത് കഴിച്ചിട്ടുള്ളത് പൂനെയിൽ താമസിക്കുന്ന സമയത്ത് തന്നെയാണ്. നല്ല ഫ്ലേവറോട് കൂടി ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം മാത്രം കേട്ടോ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഡ്രെയിൻ ചെയ്ത റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും റൈസ് കുക്കായിട്ട് വരുന്ന സമയത്ത് ഉപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. ഇനി റൈസ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1/4 ഭാഗത്തോളം കുക്കായിട്ട് വരണം. ഓവറായിട്ട് കുക്കായിട്ട് കുഴഞ്ഞു പോരുത്. അപ്പോൾ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരില്ല. ഇതിവിടെ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതായത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അളവിന് 250 ഗ്രാം ചിക്കൻ എന്നൊക്കെ പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് അളവിലൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാൻ ഉള്ളത് തന്നെയുള്ളൂ. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട. പിന്നെ ഇതിൽ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഓറഞ്ച് റെഡ് കളറൊക്കെ വരും. പിന്നെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ചിലർ അങ്ങനെ ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഷാലോ ഫ്രൈ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും. പ്രത്യേകിച്ച് ബോൺലെസ് പീസസ് അല്ലേ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ഫ്ലേവറോട് കൂടി ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. റൈസ് ഓവറായിട്ട് കുക്കാവാതെ ശ്രദ്ധിക്കാട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 1/4 ഭാഗത്തോളം റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രേ തന്നെ മതി. ഇതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ. അതിനുശേഷം പിന്നെ ഒരു പരന്ന പാത്രത്തിൽ ഇത് എപ്പോഴും ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കായിട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഫ്രൈഡ് റൈസിനുള്ള റൈസ് എന്ന് പറയുമ്പോൾ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ കുഴഞ്ഞൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫാനിൻ്റെ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൈസ് തണുത്ത് വരും. പിന്നെ നമ്മൾ റൈസ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. ഇപ്പോൾ ചിക്കൻ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റുക. കോരി എടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ചിക്കൻ ഒരുപാട് ക്രിസ്പി ആവാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോറും കൂടി നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ക്രിസ്പി ആയിട്ട് തന്നെ മാറും ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ചോയ്സ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് കോരിയെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു
കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെയിം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഞാനിതിലേക്ക് വെളുത്തുള്ളി 1.5 ടീസ്പൂൺ അളവിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള ചൈനീസ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഫ്ലേവേഴ്സ് ഒക്കെ കറക്റ്റ് വരണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാലായിരിക്കും നന്നായിട്ട് തന്നെ മാറുക. ഇനി ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെളുത്തുള്ളി അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്ര തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ സവോള മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി സവോള നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സവോള ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്ര തന്നെ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 4-5 ഫ്രഞ്ച് ബീൻസ് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇതും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കുക്കിംഗ് ടൈമിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാബേജ് മുറിച്ചത്, ക്യാബേജും ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല, കുറച്ച് അളവിൽ. ഫ്രൈഡ് റൈസിനെന്ന് പറയുമ്പോൾ ഒരുപാട് അളവൊന്നും വേണ്ടല്ലോ. ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിലും ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം, വലിയ ക്യാപ്സിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽഭാഗമൊക്കെ മതിയാവും. ക്യാബേജും ഒരു ചെറിയ കഷ്ണം, ക്യാരറ്റ് ഒരു പകുതിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെജിറ്റബിൾസ് ഒക്കെ കളറ് മാറാതെ കുറച്ചൊരു ക്രഞ്ചി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയായിരിക്കും ഫ്രൈഡ് റൈസ് നന്നായിട്ട് തന്നെ മാറുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കൂല. അപ്പോൾ ഉപ്പ് കൂടി പോയരുത്, ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/2 ടീസ്പൂണോളം അളവിൽ. ഇതെന്തിനാണെന്ന് വെച്ചാൽ വെജിറ്റബിൾസിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസ് ആവശ്യത്തിന് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം എണ്ണ കുറവണമെങ്കിൽ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 2 മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിലിപ്പോൾ ആവശ്യത്തിന് തന്നെ എണ്ണയുണ്ട് കേട്ടോ. ഇനി ഈ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസ് 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചില്ലി ഗാർലിക് സോസാണ്. നോർമൽ ചില്ലി സോസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഡാർക്ക് സോയാ സോസാണ് ഞാൻ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ സോയ സോസിൻ്റെ അളവൊന്നും ഒരുപാട് കൂടി പോണ്ട. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ചിക്കൻ പീസസിലേക്കും അതുപോലെ വെജിറ്റബിൾസിലേക്കും ഒക്കെ സോസുകളൊക്കെ നന്നായിട്ട് പിടിച്ച് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് മാറുക കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക, അതിനുശേഷം പിന്നെ നോക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ. ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ റൈസ് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം തണുപ്പിക്കുക. അതിനുശേഷം മാത്രം ഇതുപോലെ മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും റൈസ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പൊട്ടിപ്പോകാതെ കുഴഞ്ഞു പോകാതെ ഫ്രൈഡ് റൈസിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് സമയം നമ്മളിത് സോട്ട് ചെയ്തെടുക്കൂല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കിച്ചൺ ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം സോട്ട് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ആ ഫ്ലേവേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഒരിക്കലും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് സമയം നന്നായിട്ട് റൈസ് പൊട്ടിപ്പോകാത്തൊരു രീതിയിൽ താഴേന്ന് മുകളിലേക്ക് എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കുക്ക് ചെയ്തെടുത്ത ആ റൈസ് എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുത്ത സമയത്ത് ഉപ്പിട്ടിട്ട് തന്നെയായിരുന്നല്ലോ വേവിച്ചെടുത്തത്. അപ്പോൾ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്.
അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റൈസ് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം കുക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ബസ്മതി റൈസിന് പകരം പച്ചരി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടും ഈ ഒരു റൈസ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നത് തന്നെയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കുറച്ച് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയില എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ തന്നെ ഇത് കൊടുക്കും. അപ്പോൾ സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഫ്രൈഡ് റൈസിൽ സ്പ്രിംഗ് ഓണിയനാണല്ലോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ, അതുപോലെ ചിക്കൻ മഞ്ചൂരിയൻ, ചില്ലി ഗോബി അതുപോലുള്ള റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചൈനീസ് രീതിയിലുള്ള എഗ് ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് അതിൻ്റെ റെസിപ്പീസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.